ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. യോശുവ അധ്യായം 14 ബൈബിൾ ക്വിസ്. പുരോഹിതനായ എലയാസരും നൂന്റെ മകൻ യോശുവയും ഇസ്രായേൽ ഗോത്രപിതാക്കന്മാരിൽ തലവന്മാരും ഇസ്രായേൽ മക്കൾക്ക് വിഭാഗിച്ചു കൊടുത്തത് എന്താണ്? ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശത്ത് അവകാശമായി ലഭിച്ച ദേശങ്ങൾ. ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി ലഭിച്ച ദേശങ്ങൾ ആരെല്ലാം അവർക്ക് വിഭാഗിച്ചു കൊടുത്തു? പുരോഹിതനായ എലയാസരും നൂന്റെ മകൻ യോശുവയും ഇസ്രായേൽ ഗോത്രപിതാക്കന്മാരിൽ തലവന്മാരും. ഇസ്രായേൽ മക്കളുടെ ഓരോ ഗോത്രത്തിൻ്റെയും അവകാശം ഭാഗിച്ചത് എങ്ങനെയായിരുന്നു? ചീട്ടിട്ടായിരുന്നു. ഒൻപതര ഗോത്രങ്ങൾക്ക് ഓരോ ഗോത്രത്തിൻ്റെയും അവകാശം ചീട്ടിട്ട് വിഭാഗിച്ചത് ആര് മുഖാന്തരം കൽപ്പിച്ചതുപോലെയായിരുന്നു? യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ചതുപോലെ. എത്ര ഗോത്രങ്ങൾക്ക് അവകാശം ഭാഗിച്ചു കൊടുത്തു? 9 ഗോത്രങ്ങൾക്ക്. യോർദാനക്കരെ അവകാശം കൊടുത്തിരുന്നത് ആർക്കാണ്? 2.5 ഗോത്രങ്ങൾക്ക്. മോശ അവരുടെ ഇടയിൽ ഒരു അവകാശവും കൊടുക്കാതിരുന്നത് ആർക്കാണ്? ലേവി ഗോത്രത്തിന്. യോസഫിന്റെ മക്കൾ ഏതെല്ലാം ഗോത്രങ്ങൾ ആയിരുന്നു? മനശ്ശെ, എഫ്രൈം എന്നു 2 ഗോത്രം ആയിരുന്നു. ദേശത്തിന്റെ ഓഹരിയൊന്നും കൊടുക്കാതിരുന്നത് ആർക്കാണ്? ലേവ്യർക്ക്. ലേവ്യർക്ക് പാർപ്പാൻ എന്തു നൽകി? പട്ടണങ്ങൾ നൽകി. ലേവ്യർക്ക് പാർപ്പാൻ പട്ടണങ്ങൾ ലഭിച്ചതിനു പുറമെ മറ്റെന്താണ് ലഭിച്ചത്? അവരുടെ കന്നുകാലികൾക്കും മൃഗസമ്പത്തിനും വേണ്ടി പുൽപ്പുറങ്ങളും. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അനുസരിച്ച് ദേശം വിഭാഗിച്ചതാര്? ഇസ്രായേൽ മക്കൾ അനുസരിച്ച് ദേശം വിഭാഗിച്ചു. ഗിൽഗാലിൽ യോശുവയുടെ അടുക്കൽ വന്ന ഗോത്രം ഏതാണ്? യഹൂദ മക്കൾ. യെഫുന്നയുടെ മകൻ ആരാണ്? കാലേബ്. കാലേബ് യഹൂദ ഗോത്രത്തിലെ ഏത് കുടുംബത്തിൽ നിന്നായിരുന്നു? കെനിസ്യ കുടുംബത്തിൽ നിന്നായിരുന്നു. യഹോവ മോശയോട് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് കാലേബ് യോശുവയെ ഓർമ്മിപ്പിച്ചു. അത് എന്തായിരുന്നു?
യഹോവ യോശുവയെയും കാലേബിനെയും കുറിച്ച് ദൈവപുരുഷനായ മോശയോട് കാദേശ് ബർന്നയിൽ വെച്ച് പറഞ്ഞ കാര്യം. യഹോവയുടെ ദാസനായ മോശ കാലേബിനെ ദേശത്തെ ഒറ്റുനോക്കുവാൻ അയച്ചത് എവിടെ നിന്നാണ്? കാദേശ് ബർന്നയിൽ നിന്ന്. കാദേശ് ബർന്നയിൽ നിന്നും ഒറ്റുനോക്കുവാൻ കാലേബിനെ അയച്ചത് ആരാണ്? യഹോവയുടെ ദാസനായ മോശ. യഹോവയുടെ ദാസനായ മോശ കാദേശ് ബർന്നയിൽ നിന്ന് ദേശത്തെ ഒറ്റുനോക്കുവാൻ കാലേബിനെ അയച്ചപ്പോൾ കാലേബിന് എത്ര വയസ്സായിരുന്നു? 40 വയസ്സായിരുന്നു. കാദേശ് ബർന്നയിൽ നിന്ന് മടങ്ങിയെത്തി കാലേബ് മോശയോട് എന്ത് മറുപടി പറഞ്ഞു? കാലേബ് മനോബോധപ്രകാരം അവനോട് മറുപടി പറഞ്ഞു. ജനത്തിന്റെ ഹൃദയം ഉരുകുമാറാക്കിയത് ആരാണ്? കാലേബിനോടുകൂടെ പോന്നിരുന്ന സഹോദരന്മാർ. കാലേബിനോടുകൂടെ പോന്നിരുന്ന സഹോദരന്മാർ ദേശം ഒറ്റുനോക്കിയ ശേഷം എന്തു ചെയ്തു? ജനത്തിന്റെ ഹൃദയം ഉരുകുമാറാക്കി. കാലേബിനോടുകൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിന്റെ ഹൃദയം ഉരുകുമാറാക്കിയെങ്കിലും കാലേബ് എന്തു ചെയ്തു? ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. നീ കാൽവച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശം ആയിരിക്കുമെന്ന് കാലേബിനോട് സത്യം ചെയ്തു പറഞ്ഞത് ആരാണ്? മോശ. നീ കാൽവച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും എന്തായിരിക്കുമെന്ന് മോശ കാലേബിനോട് സത്യം ചെയ്തു പറഞ്ഞു. അവകാശം. നീ കാൽവച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശം ആയിരിക്കുമെന്ന് മോശ കാലേബിനോട് സത്യം ചെയ്തു പറഞ്ഞതെന്തുകൊണ്ട്? കാലേബ് ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട്. വാഗ്ദത്ത ദേശത്ത് കാലേബിന് അവകാശം ലഭിക്കുമെന്ന് യഹോവ കൽപ്പിച്ചത് ആരോടായിരുന്നു? മോശയോട്. മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് യഹോവ മോശയോട് കൽപ്പിച്ചതു മുതൽ എത്ര കാലമായി യഹോവ കാലേബിനെ ജീവനോടെ വെച്ചിരിക്കുന്നു? ഈ 45 സംവത്സരത്തോളവും. യഹോവ തനിക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് കാലേബ് യോശുവയോട് പറഞ്ഞു. താൻ അരുളി ചെയ്തിരുന്നത് പോലെ ജീവനോടെ വെച്ചിരിക്കുന്നു. ഏത് ദിവസത്തെ പോലെ ആരോഗ്യം ഇന്നും ഇരിക്കുന്നു എന്നാണ് കാലേബ് പറഞ്ഞത്. അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. കാലേബ് യോശുവയോട് എന്ത് തരാനാണ് ആവശ്യപ്പെട്ടത്? യഹോവ അന്ന് കൽപ്പിച്ച ഈ മല. കാലേബ് അവകാശമായി ആവശ്യപ്പെട്ട മലയിൽ ആര് ഉണ്ട്? അനാക്യർ.
കാലേബ് ആവശ്യപ്പെട്ട ഈ മലയിലെ പട്ടണങ്ങൾ എങ്ങനെയുള്ളവയായിരുന്നു? വലിപ്പവും ഉറപ്പും ഉള്ളവയായിരുന്നു. ആര് തന്നോട് കൂടെയുണ്ടെങ്കിൽ താൻ അരുളി ചെയ്തതുപോലെ അവരെ ഓടിച്ചു കളയുമെന്ന് കാലേബ് പറഞ്ഞു. യഹോവ തന്നോടുകൂടെ ഉണ്ടെങ്കിൽ. കാലേബിനെ അനുഗ്രഹിക്കുകയും ഹെബ്രോൻ മല അവകാശമായി കൊടുക്കുകയും ചെയ്തതാര്? യോശുവ. യോശുവ കാലേബിന് എന്ത് മലയാണ് അവകാശമായി കൊടുത്തത്? ഹെബ്രോൻ മല. കാലേബിന്റെ അവകാശമായി ഇന്നുവരെ ഇരിക്കുന്ന സ്ഥലമേത്? ഹെബ്രോൻ. യെഫുന്നയുടെ മകൻ കാലേബിന് ഹെബ്രോൻ ഇന്നുവരെ അവകാശമായിരിക്കുന്നത് എന്തുകൊണ്ട്? അവൻ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട്. ഹെബ്രോന്റെ പണ്ടത്തെ പേര് എന്തായിരുന്നു? കിര്യത്ത് അർബ. അനാക്യരിൽ വച്ച് അതിമഹാൻ ആരായിരുന്നു? അർബ എന്നവൻ. ദേശത്തിന് സ്വസ്ഥത വന്നതെപ്പോൾ? അങ്ങനെ യുദ്ധം തീർന്നപ്പോൾ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.